ഹലോ ഗായ്സ്, നമുക്കിന്ന് ട്രിവാൻഡ്രം ചാക്കയിൽ നിന്ന് എങ്ങനെ വർക്കല ഇലക്ട്രിക് സ്കൂട്ടറിൽ പോയിട്ട് നോക്കാം. നമുക്കിപ്പോൾ 71 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഏത്തറിൻ്റെ റിസ്റ്റ എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് പോകുന്ന വഴിയിൽ ഫാസ്റ്റ് ചാർജിങ് സെൻറ്ററുകളുണ്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരെ ടെക്നോ പാർക്ക്, കൊളത്തൂർ, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കഴക്കൂട്ടം, അവിടെ നിന്ന് നേരെ നമ്മൾ മേനംകുളം വഴി കയറി തീരദേശപാത വഴിയാണ് ടെക്നോ പാർക്കിലോട്ട് പോകുന്നത്, വർക്കലയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഫ്ലൈ ഓവർ അതായത് താഴത്തൂടെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴക്കൂട്ടം ജംഗ്ഷനെത്തി. കഴക്കൂട്ടത്താണ് നമുക്ക് ചാർജ് ചെയ്യേണ്ട സ്റ്റേഷനുള്ളത്. അപ്പം കഴക്കൂട്ടത്ത് നിന്നൊരു 100-200 മീറ്റർ മാറിയിട്ട് ഒരു ഇലക്ട്രിക് ഷോപ്പിൻ്റെ HDFCയുടെ ബിൽഡിങ്ങിൻ്റെ താഴെയാണ് ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് ചാർജ് ചെയ്യുന്ന ഒരു 80% ചാർജ് ആവും. ആ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കല പോയിട്ട് ട്രിവാൻഡ്രം തിരിച്ച് എത്താൻ പറ്റും. ഫുൾ ചാർജ് ചെയ്യാതെ ഇറങ്ങിയതുകൊണ്ടാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വെക്കേണ്ടി വരുന്നത്. ഇവിടെ 3 ഗ്രിഡാണുള്ളത്. അതിൽ ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ആണ്, വണ്ടികളൊന്നുമില്ല. പക്ഷേ ചാർജ് ചെയ്യുന്ന നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 2 സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയതിന് ശേഷം ഫാസ്റ്റ് ചാർജിങ് 6 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൽ വണ്ടി കണക്ട് ചെയ്തു. അവിടെ നിന്നൊരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേക്കും വണ്ടി ചാർജ് ആയി കഴിഞ്ഞു. ഓൾറെഡി ചാർജ് ഉണ്ടായിരുന്നു. അവിടെ കുറേ വായി നോക്കുന്നതിന് ശേഷം നമ്മുടെ വണ്ടി ഫുൾ ചാർജായി 80% ആയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ അതും എടുത്ത് നേരെ വർക്കലയിലോട്ട് നമ്മൾ മേനംകുളം കെൻഫ ആ റോഡ് വഴിയാണ് പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ഇത് തീരദേശപാതയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളവരാണ്. കടലിൻ്റെ നേരെയുള്ള പാതയിലൂടെയാണ് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് തിരക്ക് കൂടാതെ പോകാൻ പറ്റും. റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കടൽ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കടലായതുകൊണ്ട് പോകുന്ന വഴിയിൽ വണ്ടി ഒന്ന് ഒതുക്കിയതിന് ശേഷം കടലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മുടെ വർക്കല ക്ലിഫിലോട്ട് തന്നെ പോകാൻ വിചാരിച്ചു. ഇവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ആൾക്കാരുണ്ടായിരുന്നു. വർക്കലയിൽ വന്ന ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. അവരവിടെ വന്നതിന് ശേഷം ബൈക്കൊക്കെ റെൻറ്റിനെടുത്തിട്ട് ഇവിടെ ഈ കടലൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും വിചാരിക്കുന്നു. അവരവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു. ക്ലിഫിലോട്ട് നടത്താം. നമ്മുടെ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മുതലപ്പുഴി പാലം, കടലും കായലും കൂടെ ചേർന്ന് കിടക്കുന്ന പാലം. അപ്പോൾ അവിടെ ഹാർബറിലൊക്കെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ആ വഴി തന്നെയാണ് പോയത്. പോകുന്ന വഴി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകത കോട്ടയുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയൊരു കോട്ട. അത് കടലുമായിട്ട് ഈ കോട്ടയാണത്. കടലുമായിട്ട് നമുക്ക് പണ്ട് കപ്പൽ വരുമ്പോഴത്തേക്ക് ഈ കോട്ടയുടെ അകത്തുകൂടി ഒരു തുരങ്കപാതയുണ്ട്. അവിടെ പോയാണ് ചരക്കുകളൊക്കെ എടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീട്ടിലോട്ട് പറയാം. അപ്പോൾ നമ്മൾ വർക്കല എത്തി. നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ബീച്ച് എത്താറായി. അപ്പോൾ നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ വേറൊരു ബലിയിടുന്ന ചടങ്ങുകളൊക്കെ നടത്തുന്ന വർക്കല ആ കടപ്പുറത്താണ്. നമ്മൾ പോകുന്നത് നേരെ ക്ലിഫിലോട്ടാണ്. അപ്പം ആ ക്ലിഫിൻ്റെ വഴിയിലോട്ട് കയറി ഇവിടെ നിന്നൊരു നമ്മൾ ഈ വഴിയിലൂടെയാണ്, ഈ ഷേരിയൊക്കെ കയറിയാണ് ഇങ്ങനെ കറങ്ങിയാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇവിടെ എത്തേണ്ട ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പം ക്ലിഫ് എത്തി ഈ റോഡ് അകത്തോട്ട് കയറി. ഇപ്പം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പാർക്കിംഗ് ഫുള്ളാണ്. പക്ഷേ അത് അധികം വണ്ടി കൊണ്ട് വരാതിരിക്കാനാണ് പാർക്കിങ്ങിനുള്ള സ്ഥലം ഉണ്ടാകും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് 400 മീറ്ററാണ് ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് നമുക്ക് കടലൊക്കെ കണ്ട് ചായറ്റും കൊണ്ട് ഇവിടെ നിൽക്കാം. അപ്പോൾ നമ്മൾ ക്ലിഫിലെത്തിക്കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ഇവിടെ നമുക്ക് ഈ സൈഡിലൊക്കെ നിറയെ ഹോട്ടലും റിസോർട്ടും ഒക്കെ ഉണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നേരെ നമ്മൾ ക്ലിഫ് എത്തിക്കഴിഞ്ഞ് മനോഹരമായിട്ടുണ്ട്. നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പിന്നെ നമ്മൾ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഹോട്ടൽസ് ഉണ്ട് അവിടെ. നല്ല നീല കടൽ, കുറച്ച് കടലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിലൂടെ കടലിലോട്ട് ഇറങ്ങാനും സൗകര്യമുണ്ട് കേട്ടോ. അവിടുത്തെ വഴി താഴോട്ട് ഇറങ്ങാൻ പറ്റും. റൈറ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ ഇറങ്ങാം. ആ കോർണർ സൈഡിൽ കുറച്ച് റിസോർട്ടൊക്കെ ഹോട്ടലൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്ന് ഈ കടലിൻ്റെ ഭംഗിയുണ്ട് ഫുഡ് കഴിക്കാം. ആൾക്കാർ കുറച്ച് താഴോട്ടോടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ആ ഭാഗങ്ങളിലൂടെയൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കടലിൽ കാല് കാണിക്കാനും കുറച്ച് നേരം അവിടെ നിന്ന് ആസ്വദിക്കാനും നടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ.
അവിടെ നിന്ന് നമ്മൾ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ക്ലിഫിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബാർ കഫേ അങ്ങനെയുള്ള ഐറ്റംസ്, ആൻറ്റിക് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പ്, ടാറ്റു ചെയ്യുന്ന ഷോപ്പ്, ടാറ്റു സ്റ്റുഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ്ങൊക്കെ വരുമ്പോഴത്തേക്കും സന്ധ്യ സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. ആ ഒരു മൂട്ടിൽ കടലും പിന്നെ കടൽ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കാൻ. പിന്നെ അവിടെ ക്ലിഫിൽ നിന്ന് തിരിച്ചിറങ്ങി ഞാൻ 67 കിലോമീറ്റർ ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ ഉണ്ടാകുക.